എത്ര സമയം വേണം അവക്ക് ഒരുങ്ങാൻ? ഇപ്പൊ വരും. എപ്പ വരാനാ? നീ വാ, നമുക്ക് അവിടെ റൂമിലേക്ക് പോവാം. അത് നീ എന്തിനാ നിന്ന് താളം ചവിട്ടുന്നേ? വന്നേ. അവളിവിടെ ഇല്ല. ഗിരിയേട്ടനും പാർച്ചേച്ചിയും തമ്മിലുള്ള വിവാഹം എങ്ങനെ നടക്കുന്ന ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാ മഞ്ചേച്ചിയുടെ ഈ എഴുന്നള്ളത്ത്. മഞ്ചേച്ചി, ഇന്ന് നിങ്ങളെ ഭാഗ്യ ദിവസം അല്ല, നിർഭാഗ്യ ദിവസ. ബാഡ് ലക്ക്. ഗിരേട്ട, സിദ്ധു ഇതുവരെ വന്നില്ലല്ലോ. ഇങ്ങനെ വിഷമിക്കല്ലേ? നിങ്ങൾ ഇങ്ങനെ കാത്തു നിൽക്കുന്നതിൽ വല്ല അർത്ഥവും ഉണ്ടോ? അയാള് വരുമോ? മുഹൂർത്തം ആയില്ലല്ലോ തിരുമേനി. വെളുപ്പിനെ 5:30 ആദ്യത്തെ മുഹൂർത്തം. അതായിരുന്നു ഏറ്റവും ശ്രേഷ്ഠം. ഇനി 7:30 അടുത്ത മുഹൂർത്തത്തിന് 5 മിനിറ്റേ ഉള്ളൂ. ഒന്നുകൂടെ വിളിച്ചു നോക്കാം. ഇതിപ്പോ എത്ര നേരമായി വിളിക്കുന്നു? ശരി ശരി. ഇപ്പോഴും സ്വിച്ച് ഓഫാ. സ്പ്രിങ് മുടി. ഓ, എന്തൊരു സുന്ദരനാടാ നീ. പാറുവിന്റെ ഭാഗ്യം എന്നെപ്പോലൊരു സുന്ദരനെ കിട്ടിയത്. എന്റെ പൊന്നോ, തലവേദന എടുത്തിട്ട് പാടില്ല. ഇന്നലെ രാത്രി ഇവിടെ എന്താണ് സംഭവിച്ചത്? ഒരു ഓർമ്മയും കിട്ടുന്നില്ലല്ലോ. ദൈവമേ, ഞാനിനി മേലാലെ കുടിക്കൂല. സത്യം 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 സത്യം. അല്ല, എന്റെ കൂടെ വന്നവന്മാരൊക്കെ എവിടെ? ഇവന്മാരല്ലേ എന്നെ ഒരുക്കേണ്ടത്. എവിടെയെങ്കിലും പോയി അടിച്ച് ഓഫായി കിടക്കുന്നുണ്ടാവും രാവിലെ തന്നെ. ഇവനെയൊക്കെ കൂടെ വിളിച്ച എന്നെ വേണം പറയാൻ. എടാ, നീയൊക്കെ എവിടെ പോയി കിടക്കുമായിരുന്നു? റെഡി ആയില്ലേ ഇതുവരെ? എവിടെ നിന്നാടാ നീയൊക്കെ? ഒന്നും പറയണ്ട എന്തിനാ, എഴുന്നേറ്റ് നിൽക്കാൻ പോലും വയ്യ. എന്തുപറ്റി? ഓ, ഇന്നലെ അടിച്ചത് ഓവറായി പോയി അല്ലേ? അല്ല, കിട്ടിയ അടി അത് ഓവറായി പോയി. മനസ്സിലായില്ല. ഇന്നലെ രാത്രി ആ ഗിരി നമ്മളെല്ലാരും അടിച്ച് ഇഞ്ച പരുവാക്കിയടാ. എന്താ പറഞ്ഞേ? ഇടിച്ച് ഇഞ്ച പരുവാക്കി. അമ്മാതിരി ഇടിയായിരുന്നു അളിയാ. കണ്ണിന്ന് പൊന്നിച്ച പാറി. ഇത് കണ്ട ഈ കൈ കൊണ്ട് ഇനി ഒന്നിനും കൊള്ളില്ലടാ. അവിടെ നില്ലേ. പലരോടും തല്ലു പിടിച്ചിട്ടുണ്ട്, പക്ഷെ ഇവനെ പോലെ എടുത്ത ആദ്യമായിട്ടാ. എന്തൊരു കരുത്താ അവന്. ജീവൻ ബാക്കി വെച്ചത് ഭാഗ്യം. ഇന്ന് ഒരു ദിവസം കൂടി മാത്രമേ അവൻ ആയുസുള്ളൂ. നാളത്തെ പകൽ അവസാനിക്കും മുമ്പ് അവന്റെ ശവം വീണിരിക്കും. ഭാഗ്യേ,
എന്തോ പാറു പാറു റെഡിയായോ? എന്നോട് ചോദിച്ചത് കേട്ടില്ലേ? പാറു റെഡിയായോ എന്ന്? അവള് റെഡിയാവുക. ഹ, ഇതുവരെ റെഡിയായില്ലേ? അല്ല, അവളെ ഒരുക്കി ഇറക്കേണ്ടത് നീയല്ലേ? നീ എന്തിനാ ഇവിടെ നിൽക്കുന്നത്? ഞാനങ്ങോട്ട് പോവാ. എന്താ നിനക്കൊരു വളർച്ചയും വെപ്രാളമൊക്കെ? അത് നീ അവളോട് പോയി വേഗം ഒരുങ്ങി ഇറങ്ങാൻ പറയും. ഞാൻ ദേ അപ്പുറത്തുണ്ടാവും. ഡോറ് ലോക്ക് ചെയ്തേക്കണം. വാ. ആ, ഒന്ന് വേഗം. ആ മേഴയും പോലെ നിന്റെ കാര്യങ്ങള്. വാ. സൗഭാഗ്യേ, പാറുവിന്റെ ഒരുക്കം ഇതുവരെ കഴിഞ്ഞില്ലേ? അത് അല്ല, കുറച്ചു മുമ്പ് വന്ന് ചോദിച്ചപ്പോഴും അവൾ ഒരുങ്ങാണെന്നല്ലേ പറഞ്ഞത്? എത്ര സമയം വേണം അവൾക്ക് ഒരുങ്ങാൻ? ഇപ്പൊ വരും. എപ്പ വരാനാ? നീ വാ, നമുക്ക് അവിടെ റൂമിലേക്ക് പോവാം. അത് നീ എന്തിനാ നിന്ന് താളം ചവിട്ടുന്നേ? വന്നേ. അവളിവിടെ ഇല്ല. അല്ല, അവളോട് പോയി ബ്യൂട്ടി പാർലറിൽ. ഇത് നീ നേരത്തെ പറഞ്ഞില്ലല്ലോ. അത് പിന്നെ അല്ലെങ്കിൽ തന്നെ ബ്യൂട്ടി പാർലറിൽ പോകേണ്ട ആവശ്യം എന്താ? ഉള്ള സൗന്ദര്യമൊക്കെ പോരെ. ഇനി അവിടുന്ന് ചുട്ടിയും കുത്തിയിട്ട് എപ്പ വരാനാ? അവളിപ്പോ ഇങ്ങ് വരും. വണ്ടി വിട്ട് ഞാൻ ഇപ്പൊ തന്നെ വിളിപ്പിക്കാം. ലളിതാമ്മ ചെല്ല്. ദേ, സ്വീകരണത്തിന് സമയമായി വരുന്നു. ഓ, അതിനു മുമ്പ് അവളിങ്ങ് എത്തിക്കോളും. ആ ആ, നീ വന്നേ. പാറു, ഇങ്ങനെ വിഷമിക്കല്ലേ. കാത്തു നിന്നത് വെറുതെ ആയല്ലോ കുട്ടി. അയാൾ ഇനിയും വന്നില്ലല്ലോ. മുഹൂർത്തത്തിന്റെ സമയം കഴിഞ്ഞു. ഇന്നിനി ഈ വിവാഹം നടക്കില്ല. ഞാൻ ഇറങ്ങുകയാണ്. എന്തായാലും അയാൾക്ക് എന്താ സംഭവിച്ചതെന്ന് ഒന്ന് അന്വേഷിക്കുക. നേരം കളയണ്ട. ഇപ്പൊ തന്നെ പുറപ്പെട്ടോളൂ.